നമസ്കാരം. അഘോരവിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷത്തെ മേടസംക്രമ വിഷുഫലം 4-ാം അധ്യായമാണ് ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് തിരുവോണം അവിട്ടം നക്ഷത്രങ്ങളാണ്. അതായത് മകരം രാശിയിൽ വരുന്ന മകരക്കൂറിൽ വരുന്ന തിരുവോണം അവിട്ടം നക്ഷത്രങ്ങളാണ് ആദ്യം പറയുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഞാൻ 2 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. കാരണം നമ്മുടെ ഒരു 27 നക്ഷത്രങ്ങളാണ് മൊത്തമുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോ ഒരു നക്ഷത്രത്തിൽ തന്നെ ധാരാളം ആൾക്കാർ ജനിക്കുന്നതാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ. അപ്പൊ ഇവർക്കൊക്കെ വ്യത്യസ്ത ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഒരു പൊതുഫലമാണ്, വിഷുഫലമാണ്. വിഷുമായി മേടത്തിൽ വരുന്ന ഈ 27 നക്ഷത്രങ്ങളെക്കാരെ ബാധിക്കുന്ന ഫലങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരേ ഫലം കിട്ടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ അതിന് മുന്നോടിയായിട്ട് പറഞ്ഞു എന്ന് മാത്രം. കാരണം നമ്മള് എല്ലാ നക്ഷത്രക്കാർക്കും സുഖമാണ്, അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവും, അവർക്ക് വാഹനം വാങ്ങിക്കാൻ കഴിയും, അവർക്ക് വീട് വയ്ക്കാൻ കഴിയും, അവർക്ക് വസ്തു വാങ്ങിക്കാൻ കഴിയും എന്നിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം അവർക്ക് അത് അനുഭവത്തിൽ വരണം. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ അനുഭവത്തിൽ വരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം എല്ലാത്തിന്റെ അടിസ്ഥാനം ജാതകമാണ്. തിരിച്ച് നിങ്ങളുടെ ജാതകത്തിൽ നല്ല നല്ല യോഗങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ നല്ല പൊസിഷനിലൊക്കെ ശുഭഗ്രഹങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതൊന്നും ബാധിക്കാൻ പോകുന്നേ ഇല്ല. അല്ലാത്ത ചില ജാതകങ്ങളിലാണ് ഈ ദോഷങ്ങൾ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതിന് അത്തരം സമയങ്ങളിൽ നമ്മൾ ഇതിന് പരിഹാരം പറയുന്നുണ്ട്. ആ പരിഹാരം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ അനുഭവങ്ങളൊന്നും നമ്മളെ ബാധിക്കാണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്ന എന്താ വെച്ചാല്, ഒരു വീഡിയോ വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറെ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉള്ളത് ഉള്ള പോലെ പറയുക എന്നൊരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ അതില് ചില നക്ഷത്രങ്ങൾക്ക് ഗുണങ്ങൾ ഉള്ളതായിട്ട് പറയാൻ കഴിയും, ചില നക്ഷത്രങ്ങൾക്ക് ഈ പറയുന്ന ഗുണങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളെ പോലുള്ളവർ വിചാരിക്കും, വിഷമിക്കും, എനിക്കൊരു ഗുണമില്ല എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കേണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും ഗുണം ഉണ്ടാവാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളായിരിക്കും. നക്ഷത്രം മാത്രമല്ല, നമ്മുടെ ജാതകമാണ് അതിന്റെ അടിസ്ഥാനം. അപ്പോ ജാതകത്തിന്റെ കോപ്പി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. അത് നോക്കിയിട്ട് നിങ്ങളുടെ ഗുണദോഷ സമ്മിശ്രങ്ങളാണോ, എന്താണ്, നിങ്ങൾക്ക് ദോഷമുണ്ടോ എന്ന് കൃത്യമായി നോക്കിയതിന് ശേഷം അതിന് മറുപടി നൽകുന്നതായിരിക്കും. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വരിക, എന്നിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. നിങ്ങളുടെ ജാതകത്തിന്റെ ഗ്രഹനില സഹിതം അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം സഹിതം ടൈപ്പ് ചെയ്ത് അയച്ചാൽ ഞാനത് ഇതിന് മറുപടി നൽകുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു ചാനലും മുന്നോട്ട് പോവില്ല. ഈ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരണം. അതുപോലെ നിങ്ങളുടെ ലൈക്കും കമന്റും വരട്ടെ. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക്, ഈ ചാനൽ താല്പര്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. തിരുവോണം നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം. അപ്പോൾ മകരക്കൂറിൽ വരുന്ന തിരുവോണം നക്ഷത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. തിരുവോണം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിഷുഫലം ഇവർക്ക് ശുഭദായകം തന്നെയാണ്. എല്ലാ തരത്തിലും ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഈ വിഷു വന്നതോട് കൂടിയിട്ട്. ഈ ഒരു കൊല്ലം വിഷുഫലത്തിൽ പറയുമ്പോൾ ഈ ഒരു കൊല്ലം ഇവർക്ക് നല്ല കാലമായിരിക്കും. ഈ കൃഷികളൊക്കെ ചെയ്യുന്നവർക്കും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. അത് കണ്ടറിഞ്ഞ് കൃഷിക്കാരൊക്കെ നല്ല കൃഷി ഇറക്കി ധനധാന്യ സമൃദ്ധിയോടെ ജീവിക്കാൻ ഉള്ളൊരവസരം ഉണ്ടാവുന്ന സമയം കൂടിയാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് നന്നായി പഠിക്കാൻ ഉള്ളൊരവസരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഇതൊരു നല്ല കാലം കൂടിയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല സാമ്പത്തിക ലാഭം ഉണ്ടാവാനും നല്ല ജോലിയിൽ ഉയർച്ച കിട്ടാനും, അതേപോലെ വിദേശത്തേക്ക് ശ്രമിക്കുന്നവർക്ക് അത് പോവാനുള്ള അവസരം ഉണ്ടാവുകയും, വിദേശത്തേക്ക് വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഒരു വിസയൊന്നും ശരിയാവാതെ, ഒരു അവസരം കിട്ടാതെ
മടുത്തിരിക്കുന്നവർക്ക് ഈ ഒരു സമയം വിഷു പിറക്കുന്നതോട് കൂടിയിട്ട് ഇവരുടെ ഭാവി ശോഭനമാകാൻ പോവുകയാണ്. ആ അവസരം തുറന്നു വരുന്നതാണ്. നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ പോലും നിങ്ങളെ തേടിയെത്തുന്ന ഒരു അവസരമായിരിക്കും ഈ വർഷം വിഷുവിനോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ കൂട്ടരെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ഒരു അവസരം കൂടിയാണ് ഈ വിഷു. അതേപോലെ കുടുംബ ബന്ധങ്ങൾക്കൊക്കെ നല്ല ദൃഢതയുണ്ടാവുകയും ഭാര്യ ഭർത്ത ബന്ധത്തിനൊക്കെ ശക്തി കൂടി നല്ല സ്നേഹത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ വിഷു. സഹോദരങ്ങളുമായി ബന്ധം പുലർത്താനും ദീർഘകാലമായിട്ട് ബന്ധം മുടങ്ങിക്കിടക്കുന്ന സഹോദരങ്ങളുമായിട്ട് ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനും നല്ലൊരു അവസരം കൂടിയാണ്. എങ്കിലും ഈ ഇത്തരക്കാരുടെ മാതാപിതാക്കൾക്ക് ചെറിയ രോഗദുരിതാദികൾ വന്ന് അതിന്റെ ഒരു വിഷമം അനുഭവിക്കുന്ന സമയം കൂടി വന്നു പോയിക്കൂടായികയില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്തരക്കാർക്ക് ഈ വിഷു ശോഭനം തന്നെയാണ്. വാഹനാദി ലാഭം കിട്ടാനും അതുപോലെ വസ്തു വിൽപ്പന, ഈ വസ്തുവൊക്കെ വിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ വിഷു വരുന്നതോട് കൂടിയിട്ട് ആ വസ്തു നല്ല ലാഭത്തിൽ വിറ്റുപോകാൻ ഉള്ളൊരു അവസരം കൂടിയാണ്. വീട് വെക്കാനൊക്കെ ശ്രമിക്കുന്നവർക്ക് ആ വീട് പണി ചെയ്ത് താമസമാക്കാൻ പറ്റിയ സമയം കൂടിയാണ് ഈ വിഷു പിറക്കുന്നതോട് കൂടിയിട്ട് ഇത്തരക്കാരെ തേടിയെത്തുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും തിരുവോണ നക്ഷത്രക്കാർക്ക് ശോഭനമായ സമയം തന്നെയാണ്. തിരുവോണ നക്ഷത്രക്കാർ ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ പോയി ഭഗവാൻ ഇഷ്ടപ്പെട്ട പാൽപായസം അങ്ങനെ പ്രത്യേകം ചെയ്യാനുള്ള വഴിപാടുകളൊക്കെ ഗുരുവായൂരുണ്ട്. പ്രത്യേകം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന വഴിപാടുകളാണ്. അപ്പൊ ഭഗവാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകളൊക്കെ ചെയ്ത് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് പോന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സുഖമായ അനുഭവങ്ങളൊക്കെ ഇതിന്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് വർദ്ധിച്ചു കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഈ നക്ഷത്രക്കാരെ. അടുത്തതായിട്ട് പറയാനുള്ളത് അവിട്ട നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയുന്നതിൽ ഒരു വിഷമമുണ്ട്. ഈ നക്ഷത്രത്തിന് അത്ര ശോഭനമായ ഒരു വിഷു ആയിരിക്കില്ല. വിഷു പിറക്കുന്നതോട് കൂടിയിട്ട് ഇവർക്ക് കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുകളും രോഗദുരിതാദികളും ഇവിടെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ആശുപത്രിവാസമൊക്കെ വന്ന് ചില സർജറി പോലുള്ള കേസുകളൊക്കെ പെട്ട് ഇക്കൂട്ടരെ അത് കേട്ട് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ചില ആൾക്കാർക്ക് മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ. അത്തരം ആൾക്കാർ എന്ത് ചെയ്യണം? നമ്മൾ പറയുന്ന വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ദുരനുഭവങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും ഇവർക്ക് സാധിക്കുന്നതാണ്. കുട്ടികൾക്ക് അസുഖം പിടിച്ചിട്ടൊക്കെ ചില ബുദ്ധിമുട്ടുകൾ രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്ന സമയം കൂടിയാണ്. മാതാപിതാക്കൾക്കും രോഗദുരിതാദികൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. തുടർന്ന കാര്യങ്ങളിലൊക്കെ ഒരു പരാജയം വരുന്ന സമയം കൂടിയാണ് അവിട്ട നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ വിദേശത്ത് ജോലിയിൽ ഉള്ളവർക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാവുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ശ്രദ്ധിച്ചിട്ട് ജോലിയിലൊക്കെ ഉള്ളവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ആരുമായിട്ടും തർക്കങ്ങളോ വാക്കുകൾക്കോ ഒന്നും പോവാതെ നല്ല രീതിയിൽ നമ്മുടെ ജോലി നോക്കി മുന്നോട്ട് പോയാൽ വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ്. ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഈ അവിട്ട നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മന്ദഗതി അനുഭവിക്കുന്ന സമയം കൂടിയാണ്. ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് മുടക്കമായി വരുന്ന ഒരു സമയം കൂടിയാണ്. തീർച്ചയായിട്ടും വാഹന അദികളും അതുപോലെ വസ്തു വിൽപ്പന ഇത്തരം കാര്യങ്ങളൊക്കെ മുടങ്ങിക്കെടുക്കുന്ന ഒരവസ്ഥയും കൂടിയാണ്. എങ്കിലും നമ്മൾ ശ്രമിക്കുന്ന കാര്യങ്ങളിലൊക്കെ പരാജയം വരുന്ന സമയമായിട്ടാണ് അവിട്ട നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. മാത്രമല്ല ചില സാമ്പത്തിക ലാഭങ്ങൾ ചിലവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇക്കൂട്ടര് എങ്ങനെങ്കിലും ജീവിതം കരപ്പറ്റി പിടിച്ച് നിലനിന്ന് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇക്കൂട്ടരുടെ വിജയവും. തീർച്ചയായിട്ടും നിങ്ങൾ ചില പരിഹാരങ്ങളിലേക്ക് പോകുക. നിങ്ങളെ ഭഗവാൻ കൈവിടില്ല എന്ന് പ്രതീക്ഷയോ. അപ്പോൾ അവിട്ടം നക്ഷത്രക്കാരുടെ പരിഹാരത്തിലേക്ക് പോകാം. നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം വിഘ്നേശ്വരന് നാളികേരം ഏറിയ മുട്ടറക്കുക എന്നുള്ളൊരു ചടങ്ങ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഗണപതി ഹോമം, അപ്പം, അട, മോദകം തുടങ്ങിയ വഴിപാടുകൾ ചെയ്ത് തടസ്സങ്ങൾ നീക്കാൻ ഭഗവാൻ സഹായിക്കും നിങ്ങളെ. മാത്രമല്ല വരാഹി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ വരാഹിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ചെയ്യുക. വരാഹി ദേവിക്ക് ഈ ചില കാര്യങ്ങൾ അഭിഷ്ടസിദ്ധി ഉണ്ടാവാൻ, ചില കാര്യങ്ങൾ നടക്കാതെ നിങ്ങളുടെ കിടക്കുന്നുണ്ടെങ്കിൽ വരാഹി ദേവിക്ക് കൈതപ്പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളും, അതുപോലെ നിങ്ങൾ വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നടക്കാതിരിക്കുകയും, പ്രേമിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് വർഷങ്ങളോളം സ്നേഹിച്ച് നടന്ന് അത് സാധിക്കാതെ വന്ന് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വഴിപാട് കൊണ്ട് തീർച്ചയായിട്ടും പൂർണ്ണ ഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ വരാഹി ക്ഷേത്രമാകെ വളരെ കുറവാണ് കേരളത്തിലുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ടൗണിനോട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് വരാഹിയുടെ. അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ അന്തിക്കാട് ഒരു ക്ഷേത്രമുണ്ട് വരാഹി ദേവിയുടെ. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ വന്ന് നിങ്ങൾ ഈ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു തടസ്സവുമില്ലാതെ നടന്നു കിട്ടാൻ ദേവി അനുഗ്രഹിക്കും. ഓം വജ്രഘോഷം എന്ന് ജപിക്കുക നിരന്തരമായി. അപ്പൊ അടുത്തതായിട്ട് ചതയം നക്ഷത്രമാണ്. കുംഭം രാശിയിൽ വരുന്ന ചതയം നക്ഷത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചതയം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് സാമ്പത്തിക ലാഭം ഈ ഒരു അടുത്തായിട്ട് പല തരത്തിലും വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ്. കാരണം ഇവർ ഉദ്ദേശിക്കുന്നതിലും പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. വിദേശത്ത് ജോലിയൊക്കെ ശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുകയും, അതുപോലെ തന്നെ പെട്ടെന്ന് ആ ജോലിയിൽ പ്രശ്നം ഉണ്ടാവുകയും തിരിച്ചു പോരേണ്ട അവസ്ഥയും വരാൻ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നന്നായി മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിലും ശനി, ഇതൊരു കേടര ശനി ആയതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. കാരണം കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും വന്ന് ഇവരെ ഈ ചതയം നക്ഷത്രക്കാരുടെ മാതാപിതാക്കൾക്ക് രോഗദുരിതാദികളും ഇവരെയും രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടാവാം. ചില ആശുപത്രി വാസമൊക്കെ വന്ന് സാമ്പത്തിക നഷ്ടം വരുന്ന സമയം കൂടിയാണ് ചതയം നക്ഷത്രക്കാരെ കുറിച്ച് അത്ര നല്ലതല്ലാത്ത അനുഭവങ്ങളായി. അതുപോലെ തന്നെ ചതയം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ വീട് വാങ്ങിക്കാനും വിൽക്കാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് മുടങ്ങും, വിൽപ്പന നടക്കാതെ വരികയും, അതുപോലെ തന്നെ വാങ്ങാൻ വർഷങ്ങളായിട്ട് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അവസരം വന്നാൽ പോലും സാമ്പത്തികം കയ്യിലുണ്ടായാൽ പോലും നമുക്ക് സാധിക്കാതെ പല കാരണത്താൽ മുടങ്ങി പോവുകയും ചെയ്യാറുണ്ട്. അതുപോലെ വീട് വെക്കാൻ ശ്രമിക്കുന്നവർക്ക് വീട് ആവാതെ വരികയും ഈ ഒരു വർഷത്തിനുള്ളിൽ വീട് ആവാതെ വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒരു 6 മാസത്തിന് ശേഷം ഇവർക്ക് ചില ശുഭപ്രതീക്ഷകളൊക്കെ നൽകുന്ന സമയം കൂടിയാണ്. ചതയ നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നവർ, പ്രത്യേകിച്ച് ബൈക്ക് യാത്രകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അപകടം പതിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. വളരെയധികം ശ്രദ്ധിച്ച് ചില പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികളൊക്കെ മനസ്സിരുത്തി പഠിക്കുക. അതുപോലെ തന്നെ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് ഓം ഗണപതേ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചതെല്ലാം മനസ്സിൽ നിൽക്കുകയും അതുപോലെ പഠനത്തിൽ മുന്നേറുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. ഇവരുടെ പരിഹാരങ്ങളിലേക്ക് പോകുമ്പോൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി പാലഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അതുപോലെ കാവടി എടുക്കുക. പഴനി പോലുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ പോയി കാവടി എടുക്കുക. ശരിക്കു പറഞ്ഞാൽ മുരുകന്റെ ആറമുഖം എന്ന് പറയുന്ന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. തിരുത്താണി, തിരുച്ചെന്തൂര് എന്നൊക്കെ പറയുന്ന പഴനി, അങ്ങനെ പഴമുതിർച്ചോല്, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ 6 ക്ഷേത്രങ്ങളാണ്. ആറമുഖൻ എന്ന് മുരുകനെ കുറിച്ച് പറയുന്നതിന്റെ ഉദ്ദേശം 6 ക്ഷേത്രങ്ങളാണ് മുരുകനുള്ളത് തമിഴ്നാട്ടിൽ. ഈ 6 ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ കഴിയുന്നവർക്ക് ഏറ്റവും നല്ല ഒരു അനുഭവം തന്നെയായിരിക്കും. അതുപോലെ ഭഗവാന് കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ ഈ ഒരു ദുരനുഭവങ്ങളൊന്നും ഇല്ലാതെ ഭഗവാൻ കാത്തുരക്ഷിക്കും. അടുത്തതായിട്ട് പൂരോരുട്ടാതി നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ വിഷു അത്ര സുഖകരമായ ഒരു അനുഭവം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നേരത്തെ പറഞ്ഞ മാതിരി ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയണമെന്നുണ്ടെങ്കിൽ ജാതകത്തിന്റെ ഫ്രണ്ട് കോപ്പി വാട്സപ്പിൽ അയച്ചു തരിക. അത് നോക്കി ഗുണദോഷങ്ങൾ അറിയാൻ കഴിയും നമുക്ക്. അതുപോലെ കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക, നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് അറിയിക്കുക. അതും നോക്കി നമുക്ക് തിരിച്ചു മറുപടി നൽകാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസമൊക്കെ ലഭിക്കാൻ അവസരമുള്ള സമയം കൂടിയാണ്. കാരണം പഠിക്കാൻ ചില പഠനങ്ങളൊക്കെ മുടങ്ങിക്കിടന്ന് അതിനൊക്കെ അവരുടെ ബുദ്ധിമുട്ട് വന്ന് തടസ്സങ്ങൾ വന്ന് കിടക്കുന്നവർക്ക് അത്
ഒന്ന് വീണ്ടും തുടരാനുള്ള അവസരം കൂടി ഉണ്ട്. അതേപോലെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ജോലിക്ക് പോകാനൊക്കെ ഉള്ള അവസരങ്ങളും ജോലിയിൽ ശമ്പള വർധനവ് ഉണ്ടാവാനും നല്ല ജോലി ലഭിക്കാനും ഒക്കെ അവസരങ്ങളുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് രോഗദുരിതാദികളൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ചില അസുഖങ്ങൾ കാരണം വിദേശത്തു നിന്നൊക്കെ തിരിച്ചു വരേണ്ട ഒരു സമയം കൂടിയാണ് ഇവരെ സംബന്ധിച്ച് പറയാനുള്ളത്. നാട്ടിൽ ജോലിയിലൊക്കെ ഗവൺമെന്റ് തലത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയം കൂടിയാണ്. അപവാദങ്ങളും ചീത്ത പേരുകളൊക്കെ കേൾക്കാൻ ധാരാളം ബുദ്ധിമുട്ടുകളും വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഇത്തരം ചീത്തപ്പേരുകളൊക്കെ കേൾക്കാണ്ട് നമ്മുടെ ജോലിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് ഏറ്റവും വലിയൊരു പരിഹാരം. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഉപമാനം വരുത്തി വെക്കാതെ നോക്കുക. പിന്നെ ഇത്തരക്കാരെ കുറിച്ച് പറയാനുള്ളത്, ഈ സ്വജനങ്ങളുടെ വിരോധം ഉണ്ടാവുക, വേണ്ടപ്പെട്ടവരിൽ നിന്നും ശത്രുത ഉണ്ടാവുക, അതുപോലെ ജോലിയിൽ നമ്മുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നും പീഡനങ്ങൾ ഉണ്ടാവുക, അവരുടെ വാക്കുകളും അവരുടെ പാരവെപ്പും ഒക്കെ നടക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് പൂരോരുട്ടാതി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാര് ജോലിയിലൊക്കെ ഒരു മാനസികമായിട്ട് സുഖമില്ലാത്ത അവസ്ഥയായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഗവൺമെന്റ് ജോലിയിലൊക്കെ ഫോഴ്സുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് എക്സൈസ്, പോലീസ്, അങ്ങനെയുള്ള മിലിറ്ററി, അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജോലിയിലൊക്കെ അങ്ങനെ അതിന് ശ്രമിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മുടെ റീമാർക്കുകൾ വന്നു കഴിഞ്ഞാൽ ആ ജോലി ലഭിക്കാനുള്ള അവസരം പോകും. അങ്ങനത്തെ അവസരം മുടങ്ങാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. ജോലിയിൽ ഇരിക്കുന്നവർ നല്ല രീതിയിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോവുക. ചീത്തപ്പേരും അപവാദങ്ങളും കേട്ട് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. അതൊക്കെ ഇല്ലാതാക്കാൻ നല്ല രീതിയിൽ പ്രാർത്ഥനയും വഴിപാടുകളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് വിശ്വസിക്കാം. ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ, ഭദ്രകാളി ക്ഷേത്രത്തിൽ, ഉഗ്രഭാവത്തിലുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കഠിനപായസം ദേവിക്ക് വഴിപാടായി സമർപ്പിക്കുക. അതിനോടൊപ്പം തന്നെ 11 രക്തപുഷ്പാഞ്ജലി 11 ദിവസം തുടർച്ചയായി ചെയ്യുക. ദേവിക്ക് ഇഷ്ടപ്പെട്ട കുങ്കുമച്ചാർത്ത്, ഇത്തരം ഗുരുതിയുള്ള ക്ഷേത്രങ്ങളിൽ ഗുരുതി കഴിപ്പിക്കുക. ഇതൊക്കെ ഇവരുടെ ദോഷകാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതേപോലെ ദേഹമുട്ട്, ശരീരപീഡയുള്ളവർ ദേഹമുട്ട്, ബന്ധനങ്ങളുള്ളവർ ബന്ധനമുട്ടറക്കുക. നാളികേരം കൊണ്ടുപോയി ബന്ധനമുട്ടറക്കുക. ഭാഗ്യം കുറഞ്ഞവർ, ഒന്നും നടക്കാതെ വരുന്നവർ എന്ത് ചെയ്യണം? ഭാഗ്യമുട്ടറക്കുക. ഭാഗ്യമുട്ടും ബന്ധനമുട്ടും ദേഹമുട്ടൊക്കെ ഇറക്കുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ തീർന്ന് മല പോലെ വന്നതൊക്കെ മഞ്ഞ് പോലെ അലിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ദേവി അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് മീനം രാശിയിൽ വരുന്ന അഥവാ മീനക്കൂറിൽ വരുന്ന ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ വിഷു നൽകുന്നത് ശുഭദായകൻ തന്നെയാണ്. ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു വിജയം നേടാൻ കഴിയുന്ന സമയം തന്നെയാണ്. ഈ കുടുംബശ്രീയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇതൊരു പുതിയ സംരംഭങ്ങൾ, ചെറു സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ്. കുടുംബത്ത് അശ്വാരസ്യങ്ങളൊക്കെ ഉള്ളവർ അതൊക്കെ മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഭാര്യയും ഭർത്താക്കന്മാർക്കൊക്കെ സാധിക്കട്ടെ. സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ഒരു ബന്ധം പുലർത്താൻ കഴിയുന്ന സമയം കൂടിയാണ്. സഹോദര സഹായം, വാഗ്ദാനങ്ങൾ ഒക്കെ നിറവേറ്റാൻ കഴിയുന്ന സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ പഠിക്കാനും അതിനെ സഹായിക്കാനും രക്ഷിതാക്കൾക്ക് കഴിയും. പല വിധത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ വാഹനം വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കൊക്കെ പറ്റിയ സമയം കൂടിയാണ് ഈ വിഷു തുടങ്ങുന്നതോട് കൂടിയിട്ട്. നല്ല ലാഭത്തിൽ പല ബിസിനസ്സുകളും ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഐ ടി മേഖല പോലുള്ള കാര്യങ്ങളിലൊക്കെ വൻ വിജയവും നല്ല സാമ്പത്തിക ലാഭവും കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ സ്ഥലം വിൽപ്പന അഥവാ വസ്തു വിൽപ്പന ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നല്ല സമയം കൂടിയാണ്. വസ്തു ലാഭത്തിൽ വാങ്ങിച്ച് വളരെ ലാഭത്തിൽ വിൽക്കാൻ കഴിയുന്ന സമയം കൂടിയാണ്. അതുപോലെ സാധാരണ തൊഴിലൊക്കെ ചെയ്യുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയാണ്. എന്നാലും ചില അപമാനങ്ങൾ കേൾക്കാൻ വരുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് ഇത്തരക്കാർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ചില അപകടങ്ങൾ നിങ്ങളെ പതിയിരിക്കുന്നുണ്ട്, അതും നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ചില വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ അത്തരം ദുരനുഭവങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല പറ്റിയ സമയം തന്നെയാണ്. ഈ സമയത്ത് നാട്ടിൽ വരാനുള്ള അവസരങ്ങളൊക്കെ കിട്ടും.
വിഷു ആവുന്നതോടുകൂടി ബന്ധപ്പെട്ട് ഇവർക്ക് നല്ല രീതിയിൽ ശമ്പളം ലഭിക്കാനും അതുമായി നാട്ടിലേക്ക് എത്താനും നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ സമയം കൂടിയാണ് ഈ വിഷു പിറക്കുന്നതോട് കൂടിയിട്ടുണ്ടാവുക. ധാരാളം ആൾക്കാർക്ക് ഈ നക്ഷത്രത്തിലുള്ളവർക്ക് വിദേശത്തു നിന്നും നാട്ടിലേക്ക് ഈ വിഷുവിന് സന്തോഷത്തോടെ വരാൻ പറ്റുന്ന സമയം കൂടിയാണ്. ഇക്കൂട്ടർക്ക് ജന്മശനി ആണെങ്കിലും അതൊന്നും ഇവരെ ഏൽക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയം കൂടിയാണ്. ഇക്കൂട്ടര് ശനീശ്വരനെ നന്നായി പ്രാർത്ഥിക്കുകയും അതേപോലെ നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി ശനീശ്വരന് പൂജ പ്രത്യേകം ചെയ്യുകയും ചെയ്താൽ വളരെ നന്നായിരിക്കും. അതുപോലെ മഹാദേവ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് കൂവളമാല, ശംഖാഭിഷേകം ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, പിൻവിളക്ക്, ഇത്തരം വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിയുടെ ഫലങ്ങളൊക്കെ ഇരട്ടിക്കാൻ വഴിയുണ്ട്. ദുരനുഭവങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇവർക്ക് ഭഗവാൻ സഹായിക്കട്ടെ. അടുത്ത രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല സമയമാണ് ഇവരെ സംബന്ധിച്ച് പറയാനുള്ളത്. ജന്മശനി ആണെങ്കിലും ഇക്കൂട്ടരെ ജന്മശനി ഒന്നും ബാധിക്കില്ല, ഒരു വർഷത്തേക്കൊന്നും ഒന്നും ബാധിക്കില്ല. ശനി മാർച്ച് 29 ജന്മത്തിലേക്ക് വന്നെങ്കിലും കൂടിയിട്ട് ഇവർ ഒരു 6 മാസം അല്ലെങ്കിൽ അത്രയും ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഉണ്ടെങ്കിൽ പോലും അതൊന്നും വലിയ കാര്യമാക്കാതെ മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയുന്നതാണ്. ജാതകത്തിൽ ശനിയുടെ അവസ്ഥ നന്നായിട്ടുണ്ടെങ്കിൽ ഇവരെ ഈ ദോഷങ്ങളൊന്നും ബാധിക്കാതെ പോകാൻ ഇവർക്ക് കഴിയും. ജാതകത്തിൽ ശനി മോശ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇവർ അലട്ടാൻ സാധ്യതയുണ്ട്. അത്തരം സമയങ്ങളിൽ ഇവർ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ അത് താനേ കുറഞ്ഞുകൊള്ളും. അതുപോലെ വിദേശ ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല സമയം കൂടിയാണ് രേവതി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. വസ്തു വാങ്ങുക, വിൽക്കുക ഇവർക്കൊക്കെ പറ്റിയ സമയം കൂടിയാണ്. വിൽപ്പനയിൽ നഷ്ടം വരാൻ സാധ്യതയുള്ള സമയം കൂടിയാണ്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. അതേപോലെ വാഹനാദികളിലൊക്കെ പോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ചില അപകടങ്ങളിൽപ്പെട്ട് ബുദ്ധിമുട്ടാൻ ഇടവരും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നഷ്ടവും അതേപോലെ മനക്ലേശവും അനുഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അതുമാതിരി ബന്ധുനാശം, ബന്ധുക്കളുമായിട്ടുള്ള ദോഷങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളായി മാറുന്ന സമയം കൂടിയാണ്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. സുഹൃത്തുക്കളുമായി കൊടുക്കൽ വാങ്ങലൊക്കെ വളരെയധികം കുറയ്ക്കുക. ഇത് കാരണം സാമ്പത്തിക ഇടപാട് കാരണം നിങ്ങളോട് ശത്രുത ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുക ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഇക്കൂട്ടരെ ദോഷങ്ങളൊന്നും ബാധിക്കാതെ വരികയും അതുപോലെ വിവാഹങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്ക് വിവാഹം നടന്നു കിട്ടാൻ സാധ്യതയുണ്ട്. വിവാഹത്തിന് കുറെ കാലമായി ശ്രമിക്കുന്നവർക്ക് ആ വിവാഹം നടക്കാനും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊക്കെ നല്ല ഐക്യത്തോടെ മുന്നോട്ട് പോകാനും സാധിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് നന്നായി പഠനത്തിൽ മുന്നേറാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. ഇക്കൂട്ടരും നല്ല പരിഹാരങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതാണ്. ഇക്കൂട്ടർ ചെയ്യേണ്ട വഴിപാടുകൾ ദുർഗാഭാവത്തിലുള്ള ദേവീക്ഷേത്രത്തിൽ പോയി ദേവിക്ക് പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാം മംഗളമായി വരുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ആ വഴിപാടുകളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് ഒരു ദോഷവും വരാതെ ദേവൻ കാത്തുകൊള്ളും, അഥവാ ദേവി കാത്തുകൊള്ളും. ഇനി പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ മുന്നേ പറഞ്ഞു, വീഡിയോയുടെ ആദ്യമേ പറഞ്ഞു, കുറെ ഗുണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടായില്ല. ദോഷങ്ങൾ ഉള്ളത് ഈ നക്ഷത്രക്കാരെ അറിയണം. എല്ലാം ഗുണമാണ് പറയുന്നതിൽ അർത്ഥമില്ല. ഗുണം എല്ലാവർക്കും ഒരേപോലെ ലഭിക്കില്ല. ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അഘോര വിഷൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്കും കമന്റും നിങ്ങൾ നന്ന മടിക്കുന്നുണ്ട് ലൈക്കും കമന്റൊക്കെ അടിക്കാൻ. നിങ്ങൾ തീർച്ചയായിട്ടും ആ ലൈക്കും കമന്റൊക്കെ ഒന്ന് തരണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏതൊരു ചാനലിന്റെയും വിജയം. എന്നെ പോലുള്ള ചെറിയ ചാനലുകാരുടെ വിജയം നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു ചാനലും പിടിച്ചു നിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ